രസാ കാണേ. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. അങ്ങനെ ഇതാ നമ്മളെ അമലിന്റെ കല്യാണമാണ് ഇന്ന്. അപ്പോൾ ഇതാ നമ്മളെ അമൽ വന്നിട്ട് ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇതാ നമ്മളെ വണ്ടികളൊക്കെ ചെറുതായി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വന്നിട്ട് ഇതാ നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഇതാ നമ്മളെ ചെക്കൻ്റെ വണ്ടി മുമ്പോട്ട് എടുത്തിട്ടുണ്ട്. വണ്ടി ഇതാ നമ്മളെ പഴങ്കാവ് റോഡിലൂടെ നേരെ ഇതാ നമ്മളെ ഷാദി മഹലിലേക്കാണ് ഇതാ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അങ്ങനെ ഇതാ നമ്മളെ ഷാദി മഹലിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇതാ നമ്മളെ അനിയത്തിയും വാവിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ അളിയനും അച്ഛനും ഒക്കെ ഇതാ നമ്മളെ കല്യാണ മണ്ഡപത്തിന്റെ നേരെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ നേരെ വന്നിട്ട് ഇതാ നമ്മളെ കല്യാണ മണ്ഡപത്തിന്റെ ഇൻസൈഡിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അത് നമ്മളെ ആദ്യത്തെ മണവാളൻ. ഇനിയിപ്പം ഇന്ന് വന്നിട്ട് റിസപ്ഷൻ അല്ലേ? യെസ്, അങ്ങനെ ഇതാ നമ്മളെ അച്ഛനും ബിന്ദുച്ചിയും അതേപോലെ തന്നെ അമ്മയും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മേ, ആമേ മുല്ലയൊക്കെ ചൂടിയിട്ടുണ്ടല്ലോ. യെസ്, അങ്ങനെ ഇതാ നമ്മളെ ഷാദി മഹലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇതാ നമ്മളെ ചെക്കനെ വണ്ടിയിൽ നിന്ന് ഇറക്കാതെ വണ്ടി തന്നെ വെച്ചിട്ടുള്ളത്. ഇതാ ഇവിടുത്തെ വരുന്ന സമയത്ത് ഒരു വാദ്യമേളവും കാര്യങ്ങളൊക്കെ തന്നെ ഇതാ നമുക്കിവിടെ കാണാം. യെസ്, അമലിത് വന്നിട്ട് ഇതാ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുവാണ്. ചൂടുവെള്ളം തന്നെയാണോ? വേർക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ? ഇത്ര എ സി വേണോടാ? പ്രണയായിരുന്നു 10 വർഷം. ഇന്നലെ അവള് പറഞ്ഞ 11 വർഷം എന്നാണല്ലോ. എടാ മാറിപ്പോറേ. അപ്പൊ 10 വർഷം, ഒരു ദശം പ്രണയത്തിന് ശേഷം ഇതാ നമ്മളെ ചെക്കൻ വന്നിട്ട് കെട്ടാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ഒരു നിമിഷത്തില്, ഈ 10 വർഷത്തെ പ്രണയത്തിന് ശേഷം ഈ ഒരു പ്രണയ സാഫല്യം നടക്കുന്ന നിമിഷത്തില് ഒന്നും പറയില്ലേ നിനക്ക്? സന്തോഷം, അതാണ്. അപ്പൊ ചെക്കന് വന്നിട്ട് കല്യാണത്തിന് മുമ്പായിട്ട് പെട്ടെന്നൊരു ദാഹം. കല്യാണത്തിന് മുമ്പായിട്ട് ദാഹം സ്വാഭാവികമാണ്. വാവ്, അപ്പൊ നല്ല അടിപൊളി കോസ്റ്റ്യൂം തന്നെയാണ് നമ്മളെ ചെക്കനുള്ള. യെസ്, അപ്പൊ ഇതാ നമ്മളെ നാട്ടുകാരസും തന്നെ ഇതാ നമ്മളെ ചെക്കനെയും കൂട്ടിക്കൊണ്ട് നേരെ അങ്ങോട്ട് മാമ അടിപൊളിയാണല്ലോ. കടക്കാണ്. അപ്പം അതിമനോഹരമായി അലങ്കരിച്ച ഒരു കല്യാണ മണ്ഡപവും കാര്യങ്ങളൊക്കെ ഇതാ നമുക്കിവിടെ കാണാം. അതേസമയം തന്നെ ഇതാ നമ്മളെ ചെക്കനൊക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അതേപോലെ ഇതാ നമ്മളെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ പുറകിലായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ ഇതാ നമ്മളെ ബിന്ദേച്ചിയും രവിയേട്ടനെയും കൂടിയാണ് നമ്മളെ പുതുപ്പെണ്ണുള്ളത്. അതേപോലെ ഇതാ നമ്മളെ അമ്മ ഉണ്ട് ഇവിടെ. യെസ്, ഇതാ നമ്മളെ അനിയത്തി. കുട്ടേട്ടോ എന്താ ഒരു ടെൻഷൻ? ഫോൺ നോക്കുന്നു. യെസ്, അതിന്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ ഷോണിമാന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എവിടെ പോയി? എടി നീയല്ലേ അവളെ ഇതിലേക്ക് കൊണ്ടുവരണ്ടേ? 10 വർഷമായിട്ടുള്ള ഫ്രണ്ടാമേ.
അമ്മേ അമ്മേ ബെസ്റ്റ് ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട്. 10 വർഷം. എത്രയാ 10 12? ഇവരെ സെറ്റായി കൊടുത്ത് ഇവിടെ പോലോ. വിന്റേജ് 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 ഷോണിമേനെയും ശ്രീകുണ്ണിയെ സെറ്റാക്കി ആൾക്കാണ്ട കേട്ടോ. നമ്മളെ പെങ്കൊച്ചിത മണ്ഡപത്തിലേക്ക് വന്ന് തുടങ്ങുകയാണ്. ഷോണിമ ഷോണിമ ഓക്കെയാ, ടെൻഷനൊന്നും ഇല്ലല്ലോ, അത് മതി. ആഹാ എന്ത് രസാ കാണേ. അതേസമയം തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാം, നമ്മളെ കല്യാണ ചെക്കൻ വന്നതിന് പെണ്ണിനെ ഇങ്ങനെ ഏന്തി നോക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാം. നമ്മളെ കല്യാണ പെണ്ണ് വന്നിട്ട് നേരെ മണ്ഡപത്തിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളെ എടാ കല്യാണ പെണ്ണ് വന്ന സമയം നീ എന്തിനിങ്ങനെ ഏന്തി നോക്കുകയൊക്കെ ചെയ്യുന്നേ? ഇവിടുന്ന് ഏന്തി നോക്കുന്നേ, ഞാൻ കറക്റ്റ് വീഡിയോ എടുത്തിന്. നിനക്ക് വ്ലോഗ് വന്നാൽ കാണാടാ. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല. നമ്മളെ ശ്രീകുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മളെ ഫുൾ സെറ്റ് ടീം ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ശ്രീകുട്ടാ ചിരിക്കടാ. എടാ നിങ്ങൾ കുറച്ച് ഒച്ചപ്പാട് ഉണ്ടാക്കി, സ്ഥലം ഉണ്ടാകില്ല. നമ്മളെ ശ്രീകുട്ടൻ വന്നിട്ട് നേരെ മണ്ഡപത്തിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഫുൾ സെറ്റ് ടീം ഇവിടെ എന്തിനും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്.
അത് മാറിയിട്ട് ഒരു കിസ്, നീ കൂട്ടം കൊടുത്തതിനോട് നടുവിലൊരു കിസ്, ഒറ്റ കിസ്. 10 വർഷത്തെ പ്രണയം അത് പൂവണിയുന്ന നിമിഷം ഒരു കിസ്. ചിരിക്കടാ ഷോണിമാ, ചിരിക്കടാ. ഓ വിന്റേജിന്റെ ചിരി അല്ല മാമാ, നിന്റെ ചിരി ഭയങ്കര ചിരിയല്ല. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ചിരി അത് അടിപൊളി ചിരിയാ. കുട്ടനെ കല്യാണം ചിരിച്ചിക്കില്ല, അത് അടിപൊളി ചിരിയാ. ചിരിക്ക്. അവിടെ നിൽക്കോ. കുട്ടയുടെ ഉമ്മ വെച്ച് നീ ഉമ്മ നോക്കാം. കുട്ടയുടെ ഉമ്മ വെച്ച് നീ ഉമ്മ നോക്കാം. നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ മലബാറിന്റെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ മലബാറിന്റെ ഫോട്ടോ ആണ് ഇതാ നിങ്ങൾ ഈ കാണുന്നത്. താങ്ക് യു. മണ്ഡപത്തിൽ വന്നിട്ട് ഇതാ നമ്മളെ സദ്യയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു ഏരിയയിൽ മൊത്തം ഇതാ നമ്മുടെ ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇതാ നമ്മളെ വിൽസ് ഫാമിലി മൊത്തം വന്നിട്ട് ഒരൊറ്റ റൗണ്ടിൽ ഫോട്ടോ എടുത്തുകൊണ്ട് ഇത് ആ ഒരു സെക്ഷൻ മൊത്തം വന്നിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അല്ല പായസവും സദ്യയൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾ കഴിച്ചില്ല. പൊളിയാണ്. ഇവിടെയോ കൊള്ളാവോ? ശരിക്കും മാമി അടിപൊളി. കാര്യത്തില് നമ്മളെ കാഞ്ചന പറ അടിപൊളി. കാര്യത്തില് ചേച്ചിയെ കൊള്ളാവോ? ചേച്ചി കൊള്ളാം, സൂപ്പർ.
ഇത് മതി, ഞങ്ങക്ക് വയറ് നിറഞ്ഞു. ഇന്ന് രാത്രി ഉണ്ടാവില്ല, നാളെ ആടാ. അപ്പൊ ഓക്കെ. അപ്പൊ അതേ സമയം തന്നെ നമ്മളെ ഇവിടെ വന്നിട്ട് ഒരു നിലയുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞ് അടുത്ത നില ഇടാൻ വേണ്ടി പോവാണ്. യെസ്, അങ്ങനെ ഇതാ നമ്മളെ കല്യാണ സദ്യയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളിതാ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ നമുക്ക് നമ്മളെ ഇലയിലൊക്കെ കാണാം കാളൻ, തോരൻ, ശർക്കര ഉപ്പേരി, അതേപോലെ തന്നെ കായ് വറുത്തത്, പച്ചടി, കിച്ചടി, അച്ചാറ് തുടങ്ങിയ എല്ലാ വിഭവങ്ങളും ഇതാ നമ്മളെ ഇലയിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളെ ഐറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതാ നമ്മളെ സാമ്പാർ വന്നിട്ടുണ്ട്. നമ്മളെ സദ്യ കഴിക്കാൻ പോവില്ല. യെസ്, അപ്പോൾ ഇതാ നമ്മളിതാ വന്നിട്ട് ഇതാ നമ്മളെ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. വിഷ്ണുട്ടോ ആണിതാ നമ്മളെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും വന്നിട്ട് ഇതാ നമ്മളെ ചെക്കൻ്റെ ഫോട്ടോഷൂട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അങ്ങനെ ഏറെ നേരത്തെ ഫോട്ടോഷൂട്ടിന് ശേഷം ആ താലിമാലിയും ചേർത്തിക്കൊണ്ട് ഇതാ നമ്മളെ ഷോണി എത്തിയിരിക്കുകയാണ്. ഹായ് 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 ശ്രീകുട്ടോ, സീറ്റുണ്ട് കേൾക്കോ. എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണത്തിന് വന്നിട്ട് ഇതാ നമ്മളെ പെങ്കൊച്ചിന് വന്നിട്ട് ഇതാ നമ്മളെ സീറ്റിന്റെ പുറകിൽ വന്നിട്ട് ക്യൂ നിൽക്കാൻ തന്നെയാണ് ഇതാ നമ്മളെ കല്യാണ പെണ്ണിന്റെ വിധി എന്ന് പറയുന്നത്. ഇത് പൊളി സീനാട്ടാ. യെസ്, അങ്ങനെ ഇതാ നമ്മളെ കല്യാണ ചെക്കനും പെണ്ണും കൂടിയിട്ട് സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ശ്രീകുട്ടാ, എല്ലാ ടെൻഷനും കഴിഞ്ഞില്ല? ടെൻഷനൊന്നുമില്ല. കേട്ടതിമേ ഇരുത്തടാണോ? കേട്ടതിമേ നിങ്ങളോട് പോകാൻ പറന്ന്. എടാ കേട്ടതിമേ ഇരുത്തടാ ഇവിടെ. എടാ മോശടാ. എടാ പാവം കൊച്ചു. എടാ ഫുഡ് കഴിക്കാതിരുന്നല്ലേ നീ ഇത്രയും നേരം? എടാ ഇത്രയും നേരം നീ അവളെ കാത്തിരുന്നല്ലേ? അങ്ങനത്തെ നമ്മളെ ഉപ്പ് വിളമ്പി അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കൂട്ടുകാരനാന്ന് പറഞ്ഞ കൂടെ എഴുന്നിട്ട് ഇതാ മാലേൻ്റെ അത് ഒരു മാല തേണെന്ന് വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചങ്ക്. നീ അല്ല ഷോണിമ ഇവനെന്താ ചോദിച്ചു നിന്റെ എടുക്ക? എല്ലാ എന്നാടാ ഇത്? യെസ്, അങ്ങനത്തെ നമ്മളെ പിള്ളേർക്ക് വന്നിട്ട് ഇവിടെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ ആദ്യത്തെ ഒരു ഉരുള അങ്ങോട്ട് കൊടുക്കും. അത് തന്നെ അടിപൊളി. യെസ്, അതേ സമയം തന്നെ ഇതാ നമ്മളെ ഹായ് ഇതെല്ലാം കഴിക്കോ? യെസ്, അങ്ങനെ ഇതാ നമ്മളെ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ പെണ്ണിനെയും ചെക്കനെയും വന്നിട്ട് റോഡിലൂടെ ഇങ്ങനെ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതാ നമ്മളെ പിള്ളേർ വന്നിട്ട് വീടിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചെക്കനും പോണ്ടും നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നീ കഴിക്കണോ? ഒരു ഐശ്വര്യ ആയിക്കോട്ടെടാ. ഇല്ലടാ കുഴപ്പമില്ല. അത് കേറിട്ട് വെച്ചു. നമ്മളെ കല്യാണച്ചൊക്കെ നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണ റിസപ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ കല്യാണ ചെക്ക ഒറ്റയ്ക്ക് വന്നിട്ട് ഇതാ നമ്മളെ റിസപ്ഷന് വേണ്ടിയിട്ട് ഇതാ നമ്മളെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എവിടെയാടാ കൊച്ച്? യെസ്, വിളക്ക് അധികം പോയിട്ടുണ്ട് കൊച്ച്. അങ്ങനെ ഇതാ നമ്മളെ റിസപ്ഷൻ പരിപാടിയൊക്കെ ഇവിടെ സ്റ്റാർട്ട്.